മോഷൻ ഇൻ എ സ്ട്രൈറ്റ് ലൈനിലെ എക്സാമ്പിൾ 2.4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫ്രീ ഫാളിനെ കുറിച്ചിട്ടാണ് ചോദ്യം. ഡിസ്കസ് ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്ട് അണ്ടർ ഫ്രീ ഫാൾ, നെഗ്ലക്ട് എയർ റെസിസ്റ്റൻസ്. അതായത് എയർ റെസിസ്റ്റൻസ് നെഗ്ലക്ട് ചെയ്തിട്ട് ഫ്രീ ഫാളിൻ്റെ മോഷനെ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്താണ് ഫ്രീ ഫാൾ എന്ന് നമുക്ക് പറഞ്ഞുതരാം. അതായത് ഒരു ഒബ്ജക്റ്റിന് ഞാനിപ്പോൾ ഒരു എർത്തിൻ്റെ അടുത്തുനിന്ന്, അതായത് എർത്തിൻ്റെ സർഫസിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഡ്രോപ്പ് ചെയ്താൽ അത് എന്ത് ചെയ്യും, താഴോട്ടൊരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ എന്ത് ചെയ്യും, താഴോട്ട് ആക്സലറേറ്റ് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും, ഭൂമിയുടെ സർഫസിലോട്ട് പതിക്കും. അതിനാണ് ഫ്രീ ഫാൾ എന്ന് പറയുന്നത്. അപ്പോൾ യു എന്തായിരിക്കും, 0 ആയിരിക്കും. അതായത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. കാരണം ഡ്രോപ്പിംഗ് കേസ് അല്ലെങ്കിൽ ഇപ്പോൾ വിടുക ഫ്രീ ഫാളിലൊക്കെ എന്താണ് യു 0 ആണ്. അത് മനസ്സിലാക്കണം. പിന്നെ ഈ ആക്സിലറേറ്റ് ഈ താഴോട്ട് വരുന്ന ഫോഴ്സ് ആണ് എന്ത് എം ജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എഫ് ഇസിക്കൽ ടു എം എ ആണ്. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ എന്താണ്, ജി ആണ്. അതായത് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിയാണ് ജി എന്ന് പറയുന്നത്. ജി എന്ന് പറയുന്നത് എത്താണ്, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നിങ്ങൾ എൻ സി ആർ ടിയിലെ ഒരു വേർഡ് ഇത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് എൻ സി ആർ ടി ഉള്ളവരാണെങ്കിൽ ഒന്ന് തുറന്ന് നോക്കുക. അപ്പുറത്ത് ഞാൻ പറഞ്ഞുതരാം. അതായത് നോക്കണം, if the height through which the object falls is small compared to the earth radius, g can be taken to be constant equal to 9.8 meter per second square. ഇത് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പഠിക്കുന്നവർക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും ഇങ്ങനത്തെ നല്ല നല്ല പോയിന്റ്സ് ഒക്കെ. അതായത് ഇതിൽ പറഞ്ഞിട്ടുള്ളത് എന്താണോ, അതായത് ഇവിടെ തന്നെ എഴുതിയാൽ അതൊക്കെ ഒന്നുകൂടെ ഹെൽപ്ഫുൾ. ഇവിടെ ആ ഒരു പോയിന്റ് വേണമെങ്കിൽ ഇവിടെ എൻ്റെ അടുത്തുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളതെന്നോ, ഇപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്യുന്ന ഹൈറ്റ്, അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഞാൻ എണീറ്റ് നിന്നാണ് ഡ്രോപ്പ് ചെയ്യുന്നത് വിചാരിച്ചോളൂ. അപ്പോൾ ഈ ഒരു ഹൈറ്റില്ലേ, ഈ ഒരു എച്ച് എന്ന് പറയുന്നത് റേഡിയസ്, അതായത് എർത്തിൻ്റെ റേഡിയസിനേക്കാളും ഒരുപാട് ചെറുതാണെങ്കിൽ ആക്സലറേഷൻ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്. ആ കോൺസ്റ്റൻ്റ് ആയിട്ട് ആക്സലറേഷനാണ് എന്ത്, ജി എന്ന് പറയുന്നത്. അതാണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. നമുക്ക് നമ്മളെ ക്വസ്റ്റ്യനോട്ട് തന്നെ പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. ആണല്ലോ, ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുന്നത് ജി ആണ്. ഫിസിക്കൽ ടു അവിടെ ജി എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ താഴോട്ടേ വെക്റ്റർ ക്വാണ്ടിറ്റി നമ്മൾ താഴോട്ട് നെഗറ്റീവും മുകളിലോട്ട് പോസിറ്റീവും എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, മൈനസ് ജി ആയിരിക്കും. ഫിസിക്കൽ ടു -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ. ഈ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് ഉണ്ടല്ലോ, സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, വെലോസിറ്റിയാണ്. വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ആക്സലറേഷനാണ്. അപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ വി ടി ഗ്രാഫില്ലേ, ഈ വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടെടുത്തേക്ക് നമുക്ക് കിട്ടുന്നത് എന്താണ്, ആക്സലറേഷൻ ആണെങ്കിൽ. അപ്പോൾ ആക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എന്തെങ്കിലും സ്ലോപ്പ് ഓഫ് വി ടി ഗ്രാഫ് എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഞാൻ ഒന്നും കൂടെ ഒരു എക്സ്ട്രാ ഇൻഫർമേഷൻ തരാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എസ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് വെലോസിറ്റിയാണ്. വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ആക്സലറേഷനാണ്. എ ടി ഗ്രാഫിൻ്റെ ഏരിയ ഉണ്ടല്ലോ, എ ടി ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്താണെന്നോ, വെലോസിറ്റിയാണ്. അതേമാതിരി വെലോസിറ്റി ടൈം ഗ്രാഫിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റുമാണ്. ഇത് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേട്ടോ നോക്കിയാൽ നിങ്ങൾക്ക് നല്ലൊരു പോയിന്റ് കിട്ടും. ഒരുപാട് ഉപയോഗപ്പെടുന്നൊരു പാർട്ടാണത്. ഓക്കെ, അതൊക്കെ ജസ്റ്റ് എക്സ്ട്രാ കേട്ടോ. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇനിയിപ്പോൾ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി അടുത്തത് നമുക്ക് ഇവിടെ നോക്കാനുള്ളത്, ഈ താഴോട്ട് ഇങ്ങനെ വരുമ്പോൾ അതോ ഇവിടെ ഇങ്ങനെ പോയിന്റ് ഓൾറെഡി ഇട്ടതാണല്ലോ. ഓക്കെ, ഈ താഴോട്ട് വരുമ്പോഴേ വെലോസിറ്റി ഉണ്ടല്ലോ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീ ഫോൾ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. പക്ഷേ വെലോസിറ്റി എന്താണ്, നെഗറ്റീവാണ്. കാരണം വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്, താഴോട്ട് നെഗറ്റീവ്. ഈ നെഗറ്റീവ് എന്ന് പറയുന്നത് ഡയറക്ഷനാണ്. അതായത് സ്കെയിലറല്ല, വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ എന്താണ് ഡയറക്ഷൻ, വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ സൈനുകൾ എന്താണ്, ഡയറക്ഷനാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഇവിടെ യു എന്ന് പറയുന്നത് ഇനീഷ്യൽ വെലോസിറ്റി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എന്താണ്, 0 ആണ്. അപ്പോൾ ഇതാ ചിലപ്പോൾ ഇങ്ങനെ വന്ന് -2, -8, -10, -16 ഇങ്ങനെ താഴോട്ടെത്താം. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കിയിടാം. അതായത് വെലോസിറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്, ഇൻക്രീസ് ചെയ്യല്ലേ, താഴോട്ടായതുകൊണ്ടാണ് നെഗറ്റീവ് കൊടുത്തിട്ടുള്ളത്. അതായത് നെഗറ്റീവ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി ഇതിൽ പറയുന്നത് നമുക്ക് നമ്മളെ ഇക്വേഷൻസ് ഓഫ് മോഷനെ കുറിച്ചിട്ടുള്ള പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം ഇക്വേഷൻസ് ഓഫ് മോഷൻ. ആദ്യത്തെ ഇക്വേഷൻ എന്തായിരുന്നു, ഞങ്ങൾ കഴിഞ്ഞ എക്സാമ്പിളിൽ അതായത് തുടങ്ങിയ തൊട്ടേ ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ചിട്ടാണ് പറഞ്ഞത്. അതായത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ചാപ്റ്ററിൽ ഇക്വേഷൻസ് ഓഫ് മോഷന്. ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം എന്ത്, വി ഇസിക്കൽ ടു യു പ്ലസ് എ ടി ആണ് ആദ്യത്തെ ഇക്വേഷൻസ്. ഇവിടെ നോക്കിയടാ, ഇവിടെ നമുക്ക് വി കണ്ടുപിടിക്കണമെങ്കിൽ യു എത്രയാണ്, യു 0 മൈനസ് ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താണ്, മൈനസ് ജി ആണ്. അപ്പോൾ മൈനസ് ജി എന്ന് പറഞ്ഞാൽ -9.8. അപ്പം -9.8
8 മീറ്റർ/സെക്കൻഡ്സ് ഇൻറ്റു ടി. അപ്പോൾ ഇവിടെ വെലോസിറ്റി കിട്ടി. വെലോസിറ്റി എത്രടാ? -9.8 ടി എന്ന് കിട്ടി. അപ്പോൾ ഈ ടി കഴിയുമ്പോൾ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ കിട്ടി. ഇതാണ് 1. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാപാഠം പഠിക്കുന്നവർക്ക് കാണാപാഠം പഠിക്കാം. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? ഫ്രീ ഫാളിൽ ഇങ്ങനെയൊക്കെ കണ്ടുപിടിക്കാൻ സുഖമാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇങ്ങനെ കണ്ടുപിടിച്ചാൽ മതി. ഇനി രണ്ടാമത്തെ നമുക്കറിയാം എന്ത്? S = ut + ½ at². ഇവിടെ ut എന്ന് പറയുന്നത് u0 ആണ്. അപ്പോൾ u ഇൻറ്റു ടി എന്ന് പറയുമ്പോൾ 0 + ½ ഇൻറ്റു -9.8 ഇൻറ്റു t². അപ്പോൾ എത്ര വരുവാ? ഏകദേശം ഇത് വരുന്നത് എത്ര ആയിരിക്കുന്നോ? -4.9 t². ഇത് ഇവിടെ ഉണ്ടല്ലോ, ക്വസ്റ്റ്യനൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ നിങ്ങളെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഈ 9.8ന് പകരം 10 എടുക്കാനാണ്. അപ്പോൾ ഇതിന്ന് ഹരിച്ച 5 കിട്ടും. ഇനി ഏകദേശം എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള വാല്യൂ നോക്കാം. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? -4.9 t². ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇക്വേഷന് കിട്ടി. മൂന്നാമത്തെ ഇക്വേഷൻ എന്താടാ? മൂന്നാമത്തെ നമുക്കറിയാം b² = u² + 2as. അപ്പോൾ b² = u² എന്ന് പറഞ്ഞത് 0² + 2 ഇൻറ്റു -10. ഇതെടുത്തെടുത്ത് ശീലമായതാണ്. 9.8 ഇൻറ്റു s b² = -19.6 ഇൻറ്റു s. ഓക്കെ, അപ്പോൾ ഇതാണ് തേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇക്വേഷൻസ്, ഫ്രീ ഫാളിൻ്റെ ഇക്വേഷൻസ് ഓഫ് മോഷനും നമ്മൾ പഠിച്ചു. ഫ്രീ ഫാൾ എന്താണെന്നും പഠിച്ചു. ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗ്രാഫുകളാണ്. ഗ്രാഫുകൾ ഞാൻ പറഞ്ഞു തരുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യാനോ, ഞാൻ കുറച്ച് ഗ്രാഫിക്സ് അല്ല കേട്ടോ, ഗ്രാഫിൻ്റെ ബേസിക്സ് പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഉണ്ടല്ലോ എങ്ങനെയായിരിക്കും ഇതോ, അതായത് ഇപ്പോൾ ഇതാ y = കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഇതാ ഇത് y ആണ്, ഇത് x ആണ്. അപ്പോൾ y എന്തായിരിക്കും? കോൺസ്റ്റൻറ്റ്. ഓക്കെ, കോൺസ്റ്റൻറ്റ് ഗ്രാഫ് ഇങ്ങനെ ആയിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇപ്പോൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. അതായത് y = x ആണ്, അല്ലെങ്കിൽ y is directly proportional to x ആണെങ്കിൽ എന്ന് പറയുമ്പോൾ ഇതാ സ്ട്രെയിറ്റ് ലൈനേക്കാരം. നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയാം. y = mx + c. m എന്ന് പറയുന്നത് സ്ലോപ്പ്, x എന്ന് പറയുന്നത് മറ്റേ ഈ x y എന്ന് പറയുന്നത് y, s എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ്. അത് സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കേട്ടോ. മനസ്സിലായല്ലോ? ഇനി y എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു x ആണെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും വരികടാ? y എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ വരിക റെക്റ്റാങ്കുലർ ഹൈപ്പർബോള y ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ വരിക y = x² ആണെന്നാണെങ്കിൽ, അതായത് y is directly proportional to x² ആണെങ്കിൽ ഇത് വരെ എങ്ങനെയൊക്കെയായിരുന്നോ? ഇതോ ഒരു ഹൈപ്പർബോള അല്ല, ഒരു പാരബോളയാണ് വരിക. പാരബോള ഉണ്ടോ? ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു പാരബോളയാണ് വരിക. ഇത് നെഗറ്റീവ് ആണെങ്കിൽ എങ്ങനെ ആയിരിക്കുന്നു? അത് ഇങ്ങനെയൊക്കെ. നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ മറ്റേതൊക്കെ നെഗറ്റീവ് ആണെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് വരച്ചാൽ മതി. മനസ്സിലായല്ലോ? ഇതൊക്കെയാണ് ഗ്രാഫിൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എല്ലാം. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ളത് ചെയ്യാം. അപ്പോൾ അത് നിന്നിട്ടുള്ളത് എന്താണ്? ആക്സിലറേഷനും ടൈമിൻ്റെയും ഗ്രാഫാണ് നിന്നിട്ടുള്ളത്. അതാ ഞാൻ താഴോട്ട് എടുക്കുന്നത്. കാരണം നമുക്ക് എന്താണ് ആക്സിലറേഷൻ ഡൗൺവേർഡ് എടുക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇത് y ആക്സിസിൽ എന്താണ്? ഇതിൽ ടിയും y ആക്സിസിൽ എയും ആണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു -5 കൊടുക്കാം, ഇവിടെ -10 കൊടുക്കാം. നമ്മളെ ആക്സിലറേഷൻ ഞാൻ പറഞ്ഞു, ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരും. ഞാൻ കോൺസ്റ്റൻറ്റിൻ്റെ ഗ്രാഫ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഈ ടി ഗ്രാഫ് വരും. ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഇതാണ് വരിക. ഇനി അടുത്തതുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫാണ് തന്നിട്ടുള്ളത്. വി ടി ഗ്രാഫ്. വി ടി ഗ്രാഫിൽ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലോ, എന്ത് വി ടി ഗ്രാഫ് സ്ലോപ്പ് എന്തായിക്കാരം? കോൺസ്റ്റൻ്റ് അല്ലേ. അതായത് വി ടി ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ വി ടി ഗ്രാഫ് എന്ന് പറയുമ്പോൾ താഴോട്ടായതുകൊണ്ട് തന്നെ താഴോട്ട് വരക്കാം. ഞാൻ നേരത്തെ കോൺസ്റ്റൻറ്റിൻ്റെ എങ്ങനെയാണെന്ന് പറഞ്ഞത് ഇങ്ങനെയാണെന്നല്ലേ പറഞ്ഞത് ആണല്ലോ. അപ്പോൾ ഇതാണ്. അപ്പോൾ x ആക്സിസിലെ ടി, y ആക്സിസിലെ വെലോസിറ്റി.
ഇനി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാലും മതി. അതായത് വി എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടി ആണ് ഇവിടെ വരുന്നത്. ശ്രദ്ധിച്ച് നോക്കിയാൽ ഈ ഇക്വേഷനിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. വെലോസിറ്റി എന്ന് പറയുന്നത് കണ്ടോ, -9 ഇൻറ്റു ടി ഉണ്ടോ, വെലോസിറ്റി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ടി. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് അല്ല, ഇവിടെ നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നെഗറ്റീവിലോട്ട് ഇട്ടു. ഇനി അടുത്തത് പറയുന്നത് പൊസിഷൻ ടൈം ഗ്രാഫാണ്, അല്ലെങ്കിൽ ST ഗ്രാഫാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് അല്ലേ. അതാണ് ഞാൻ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവുക. S=-4.9 t², അതായത് S ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു t². ഇവിടെ എഴുതിക്കാലല്ലേ, S ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു t² -t² ആണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നെഗറ്റീവിലോട്ട് വരച്ചാൽ ഇവിടെ S ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു -t². ഞാൻ പറഞ്ഞെന്ത് ഇതാ y is ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ x² ആണെങ്കിൽ എന്തായിരിക്കും വരിക? ഞാൻ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പാരബോളല്ലേ വരിക. അതായത് ഇങ്ങനെ ആയിരിക്കും വരിക, പാരബോളായിരിക്കും വരിക. ഓപ്പോസിറ്റ് ആകുമ്പോഴോ റിവേഴ്സ് പാരബോളായിരിക്കും വരിക. അപ്പോൾ മനസ്സിലായില്ലടാ. അതായത് ഇപ്പോൾ y is ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു x² ആണെങ്കിൽ പാരബോളയാണ് വരിക. ഇതോ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെത് എങ്ങനെ ആയിരിക്കും വരിക? ഇങ്ങനെ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നിങ്ങളെ NCERT തന്നിട്ടുള്ള 3 ഗ്രാഫുകൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിലെന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, അതായത് ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മെച്ചപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ഇടാം. എന്നാലേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടോ എന്നുള്ളത്. സോ അത്രയുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. ഓക്കെ, താങ്ക് യു.